ഹൈറേഞ്ചിലേക്കുള്ള ഓരോ യാത്രകളും സഞ്ചാരികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നതാണ്. ഇടുക്കി യാത്രകളിൽ നിരവധിയായ വ്യൂ പോയിന്റ്സ് നമുക്ക് കാണാനാവും. തൊടുപുഴ മൂലമറ്റം കട്ടപ്പന റൂട്ടിൽ തൊടുപുഴയിൽ നിന്നും ഏകദേശം 32 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നാടുകാണി എന്ന സ്ഥലത്തെത്താം. ഇവിടെയാണ് നാടുകാണി പവലിയൻ. പവലിയനിലേക്കുള്ള എൻട്രി ഗേറ്റ് കാണാം. അപ്പോൾ നമുക്ക് പവലിയനിലേക്ക് പോകാം. എപ്പോഴും തന്നെ ഇവിടെ സന്ദർശകർ ഉണ്ടാവുന്നതാണ്. പവലിയനിലേക്ക് എൻട്രി പാസ് ഉണ്ട്. മുതിർന്നവർക്ക് 25ഉം കുട്ടികൾക്ക് 15ഉം. ഇവിടെ ഓൺലൈൻ എൻട്രി പാസ് ആണ്. അത് നമ്മൾ തന്നെ ഫോൺ നമ്പർ വഴി ചെയ്യണം. ഇതാണ് നമ്മുടെ എൻട്രി പാസ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് സന്ദർശന സമയം. 2 നിലകളുണ്ട് പവലിയന്. ഇതാണ് താഴത്തെ നില. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിലാണ് നാടുകാണി പവലിയൻ. നമുക്ക് മുകളിലെ നിലയിലേക്ക് കയറാം. പവലിയൻ്റെ മുകളിലെ നില പശ്ചിമഘട്ടത്തിൻ്റെയും താഴ്വരകളുടെയും മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ സന്ദർശകർക്കായിട്ടുള്ള ഇരിപ്പിടങ്ങൾ കാണാം. ഇവിടെ നിന്നും താഴത്തെ നിലയും കാണാം. താഴ്വാരങ്ങളിൽ മൂലമറ്റം ഭാഗം കാണാം. താഴെ മലങ്കര ജലാശയവും കാഞ്ഞാറും അറക്കുളം ഭാഗങ്ങളും കാണാം. പവലിയന് സമീപത്തായി ചെറിയൊരു പൂന്തോട്ടവും പാർക്കുമുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാൽ കാണാം. നമുക്ക് പാർക്കിലേക്ക് ചെല്ലാം. കുട്ടികൾക്കായുള്ള റൈഡ്സ് ആണ് കൂടുതൽ. ഇവിടെ ചെറിയൊരു വഴി കാണാം. അവിടേക്കൊന്നും പ്രത്യേകിച്ച് കാണാനില്ല. മനുഷ്യൻ എത്ര വളർന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരിക്കും എന്നാണല്ലോ. പവലിയനോട് ചേർന്നുള്ള എവിടെ നിന്നാലും മനോഹരമായ കാഴ്ചകൾ കാണാനാവും. ഇത് പവലിയൻ്റെ ലെഫ്റ്റ് സൈഡാണ്. മൊത്തം കൈവിരിയുണ്ട്. താഴേക്ക് വലിയ കൊക്കയാണ്. മനോഹരമായ മലനിരകൾ കാണാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി 1996-ൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് പവലിയൻ നിർമ്മിച്ചത്. മഴയില്ലാത്ത സമയമാണ് നാടുകാണി പവലിയൻ സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യം. ഈ വഴി മുകളിലേക്ക് പോയാൽ ഒരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്. ഇവിടെയും ആളുകളുണ്ട്. ഇവിടെ വലിയ കാടാണ്. ഇത് തെരുവപ്പുല്ലാണ്. തെരുവപ്പുല്ലിൻ്റെ ഇല കൊണ്ട് മേലൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചു പോകണം. എൻ്റെ മുന്നേ അരുൺ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ തെരുവക്കാട് കഴിഞ്ഞു. പവലിയൻ്റെ മുകളിൽ നിന്ന് കണ്ട കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും. പക്ഷേ കാട് കയറി വന്നതിൻ്റെ ഒരു ഫീലുണ്ട്. ദൂരെ അവിടെ ഒരു പാറമുകളിലും ആളുകളെ കാണാം. ഹൈറേഞ്ചിൻ്റെ പ്രകൃതി ഭംഗി വീണ്ടും വീണ്ടും ഇവിടങ്ങളിലേക്ക് വരാൻ നമ്മളെ ആകർഷിച്ചു കൊണ്ടിരിക്കും. നാടുകാണിയിൽ നിന്നും 3 കിലോമീറ്ററോളമാണ് കുളമാവിലേക്കുള്ളത്. തണുപ്പ് കാലത്ത്, അതായത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയത്ത് ഇടുക്കി യാത്രകളും ഇതുപോലുള്ള വ്യൂ പോയിൻറ്സും അതിമനോഹരമായ അനുഭവങ്ങളും സന്ദർശകർക്ക് നൽകുന്നു.